നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനം ഉറപ്പിച്ചത് പടിപടിയായാണ്. അതായത് കൃത്യമായിട്ട് തൻ്റെ സ്വാധീനം അവിടെ ചെലുത്തിയതിനു ശേഷം മാത്രമാണ് ഇത്തരമൊരു വലിയ കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇതിന് തന്ത്രിയുടെ പിൻബലം ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യം. തൊടുന്നതെല്ലാം കാശാക്കി മാറ്റുന്നതായിരുന്നു പോറ്റിയുടെ തന്ത്രം. ബംഗളൂരു ഉണ്ണിത്തിരുമേനി എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിടി വീണത് സ്വർണ്ണപ്പാളിയിലാണെങ്കിലും അദ്ദേഹം ശബരിമലയിൽ 2016 മുതൽ സജീവ സാന്നിധ്യം അറിയിച്ചത് വ്യക്തമായാണ്. സന്നിധാനത്തെ മണികൾ മാറ്റി സ്ഥാപിച്ചത് 2017 ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണർ കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. പോറ്റി ആയിരുന്നില്ല പണം മുടക്കിയതെന്നാണ് വിചിത്രം. പക്ഷേ പേരെടുത്തത് പോറ്റിയും. ഇതാണ് പോറ്റിയുടെ സ്ഥിരം ശൈലി. ബാംഗ്ലൂരിൽ വ്യവസായിയായ ഇളമ്പള്ളി സ്വദേശി അജികുമാർ ആയിരുന്നു പ്രധാന സ്പോൺസർ. ഇളമ്പള്ളി സ്വദേശിയും പിന്നീട് പോറ്റിയുടെ സഹായി എന്ന് അറിയപ്പെടുകയും ചെയ്ത വാസുദേവനും ഇതിനായി പണം മുടക്കിയിരുന്നു. 18ാം പടിയോട് ചേർന്നുള്ള 2 മണികളാണ് മാറ്റാൻ അന്ന് തീരുമാനിച്ചത്. ഓരോ മണിക്കും 2 വീതം വമ്പൻ തൂണുകളുമുണ്ട്. 4 തൂണുകളും 2 മണികളും അജികുമാർ വാസുദേവനും പണം മുടക്കി തയ്യാറാക്കുകയായിരുന്നു. മാന്നാർ സ്വദേശിയായ ശില്പിയാണ് പണി നടത്തിയത്. 14 ലക്ഷത്തോളം രൂപ ചിലവ് വന്നു. ശബരിമലയ്ക്ക് കൊണ്ടുപോകും മുമ്പ് ഈ മണികൾക്ക് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ സ്വീകരണവും നൽകി. യഥാർത്ഥത്തിൽ 3 മണികളാണ് പണിതത്. 2 മണികൾ സന്നിധാനത്തേക്കും ഒരെണ്ണം മാളികപ്പുറത്തേക്കും എന്നാണ് ഉദ്ദേശിച്ചത്. സന്നിധാനത്ത് 2ഉം പുതിയതിട്ടു. പഴയ മണികളിൽ ഒരെണ്ണം പമ്പയിലും ഒരെണ്ണം മാളികപ്പുറത്തും മാറ്റിയിട്ടു. ഇളമ്പള്ളി സ്പോൺസർമാർ തയ്യാറാക്കിയ 3ാം മണി ഇളമ്പള്ളിക്ക് മടക്കി കൊണ്ടുവന്ന് അവിടെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. സന്നിധാനത്തെ പഴയ മണികളിലൊന്നാണ് ഇളമ്പള്ളിക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതെങ്കിലും ആചാരപരമായി അത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് വന്നതോടെയാണ് നീക്കം ഉപേക്ഷിച്ചത്. ദീർഘകാലം ബാംഗ്ലൂരിൽ ഫർണസ് വ്യവസായം നടത്തിവന്ന അജികുമാർ ഇവിടുത്തെ ക്ഷേത്രത്തിലാണ് പോറ്റിയെ പരിചയപ്പെടുന്നത്. അജിയുടെ സഹായിയായി വാസുദേവൻ ബാംഗ്ലൂരിലെത്തി വ്യവസായിയായി. ഇരുവരും പോറ്റിയുമായി സൗഹൃദത്തിലായി. ആ പരിചയമാണ് ഇരുവരെയും കൊണ്ട് മണി സ്പോൺസർ ചെയ്യിച്ചതെന്നാണ് വിവരം. അജി പിന്നീട് മരിച്ചു. വാസുദേവൻ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപാളികൾ വീട്ടിൽ സൂക്ഷിച്ചതോടെയാണ് വാർത്തയിൽ നിറഞ്ഞത്. വാസുവിനോട് ഇത് സൂക്ഷിക്കാൻ പോറ്റിയാണ് നിർദ്ദേശിച്ചത്. വിവാദം കത്തിയപ്പോൾ വാസു ഇവ പോറ്റിക്ക് മടക്കി കൊടുക്കുകയായിരുന്നു. താങ്ങുപാളികൾ ദ്വാരപാലക ശില്പങ്ങൾക്ക് പാകമാകാതെ വന്നതോടെ വാസുവിനെ ഏൽപ്പിച്ച് താങ്കൾ സൂക്ഷിച്ചു വെക്കാൻ പോറ്റി ആവശ്യപ്പെടുകയായിരുന്നു. താങ്ങുപീഠ വിഷയത്തിൽ വാസുവിന്റെ ഭാഗത്തു നിന്ന് തട്ടിപ്പുണ്ടായിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള വിവരം. എല്ലാ കാര്യവും SIT അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. 2016 ശബരിമല തിടമ്പള്ളി നവീകരിച്ചാണ് പോറ്റിയുടെ സ്പോൺസർഷിപ്പ് തുടക്കം. 2017 അന്നദാനത്തിന് 8 ലക്ഷം രൂപ നൽകി. 2019 മാർച്ചിൽ ശ്രീകോവിലിൽ കട്ടിള, വാതിൽ തുടങ്ങിയവയിലേക്ക് കടന്നു. ഇവയൊക്കെ പണം മുടക്കിയത് യഥാർത്ഥത്തിൽ മറ്റാളുകളാണെന്നാണ് വിവരം. പോറ്റി സ്പോൺസറുടെ വേഷം കെട്ടിയ ഇടനിലക്കാരൻ മാത്രമായിരുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നതോടെ പോറ്റിയും സംഘവും കൂടുതൽ വെട്ടിലായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ സ്വർണം കുറവ് വന്നതായാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം. റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ ഫലം തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും, അതായത് ഇന്ന്. പാളികളുടെ ഭാരത്തിൽ വ്യത്യാസം സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 1998 സ്വർണം പൂശിയ മറ്റ് പാളികളുമായി നടത്തിയ ശാസ്ത്രീയ താരതമ്യത്തിലൂടെയാണ് ഈ വ്യത്യാസം വ്യക്തമായത്. കട്ടിളയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും നിശ്ചിത അളവിൽ ഭാഗങ്ങൾ വെട്ടിയെടുത്താണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 15 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. വെള്ളിയാഴ്ചയാണ് VSSC പരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിലുള്ള സ്വർണത്തിന്റെ പഴക്കം, പരിശുദ്ധി എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. നിലവിൽ അവിടെയുള്ളത് പഴയ സ്വർണമല്ലെങ്കിൽ അത് എവിടേക്ക് പോയി എന്നതും പകരം വെച്ചിരിക്കുന്നത് പുതിയ സ്വർണമാണ് എന്നതുമാണ് ഇനി അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്തേണ്ടത്. ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള പുരാവസ്തു മാഫിയുമായി ബന്ധമുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സാധാരണ സ്വർണത്തെക്കാൾ അയ്യപ്പന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ഈ സ്വർണത്തിന് അതിന്റെ പഴക്കം മൂലമുള്ള വലിയ മൂല്യമുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. കാണാതായ യഥാർത്ഥ സ്വർണം കണ്ടെത്താൻ കഴിയാത്തതും അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളിയെന്ന് സംശയം. യഥാർത്ഥ പാളികൾ തിരിച്ചെത്തിയില്ലെന്ന് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ സൂചനയെന്നും വിവരം. പാളികളുടെ ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമെന്ന് പരിശോധനാ ഫലവും പുറത്തു വന്നിട്ടുണ്ട്. പാളികളുടെ കാലപ്പഴക്കത്തിന്റെ വ്യക്തത തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 1999 സ്ഥാപിച്ച പാളികളും നിലവിലെ പാളികളും താരതമ്യം ചെയ്തപ്പോഴാണ് വ്യത്യാസം കണ്ടത്. ഉറപ്പിക്കണമെങ്കിൽ റിപ്പോർട്ടിൽ വ്യക്തത വേണമെന്ന് SIT പറയുന്നു. പാളികളുടെ കൃത്യമായ കാലപ്പഴക റിപ്പോർട്ടിലില്ല. PSSയുമായി വീണ്ടും ചർച്ച നടത്തും. നിർണായക വിവരം ADGP നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കും. അതേസമയം കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറും. ദ്വാരപാലക ശില്പങ്ങളടക്കമുള്ള സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം റിപ്പോർട്ടിനോടൊപ്പം ഹാജരാക്കും. പോറ്റിയും സംഘവും സ്ഥാപിച്ചത് യഥാർത്ഥ പാളികളാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം റിപ്പോർട്ടിലുണ്ടാകും. സ്വർണ്ണപ്പാളികളിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടമായി എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ തന്ത്രി ശങ്കരദാസ് എന്നിവരുടെ അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളും SIT ഹൈക്കോടതിയെ അറിയിക്കും. വാജിവാഹന കൈമാറ്റത്തിൽ അജി തറയിൽ അടക്കമുള്ളവർക്കെതിരായ അന്വേഷണ കാര്യത്തിലും ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായേക്കും. 2012 ബോർഡ് ഉത്തരവിന് വിരുദ്ധമാണ് വാജിവാഹനം കൈമാറിയതെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും അറിവോടെയാണ് കൈമാറ്റം എന്നതിന്റെ രേഖകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് VSSയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതി ഇതിലെടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളതും ഏറെ നിർണായകമാണ്. 1998 സ്ഥാപിച്ച പാളികളിലെ സ്വർണത്തിന്റെ തൂക്കവും താരതമ്യം ചെയ്തപ്പോഴാണ് വലിയ വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഈ പരിശോധനാ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇന്ന് ഹൈക്കോടതിയുടെ മുൻപിലെത്തും. 2019 അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയപ്പോൾ യഥാർത്ഥ സ്വർണം മാറ്റി പകരം സ്വർണം പൂശിയ ചെമ്പുപാളികൾ വെച്ചുവെന്നാണ് SIT കണ്ടെത്തിയത്. ശബരിമലയിലെ ഭക്തർക്കുള്ള ദർശനം ഇന്ന് രാത്രി 10 അവസാനിക്കുന്നു. ഒപ്പം തന്നെ ഈ ദിവസം തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തുന്നത്. ഇന്ന് വൈകിട്ട് 5 വരെ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടും. രാവിലെ കുറഞ്ഞ ദ്രവ്യങ്ങളാലാണ് അഭിഷേകം. നെയ്യഭിഷേകം ഇന്നലെ അവസാനിച്ചിരുന്നു. ഹരിവരാസനം ചൊല്ലി നട അടച്ച ശേഷം മണിമണ്ഡപത്തിന് മുന്നിൽ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ഗുരുതി ആരംഭിക്കും. പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. ഗണപതി ഹോമത്തിന് ശേഷം തിരുവാഭരണം അടക്ക ഘോഷയാത്ര പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് പുറപ്പെടും. രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കും. താക്കോൽ കൂട്ടം രാജപ്രതിനിധിക്ക് മേൽശാന്തി കൈമാറും. 18ാം പടി ഇറങ്ങി ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെയും മേൽശാന്തിമാരുടെയും സാന്നിധ്യത്തിൽ താക്കോൽ കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് രാജപ്രതിനിധി കൈമാറും. മാസപൂജ ചെലവിനായി പണക്കിഴി നൽകി പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങും. ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ അയ്യപ്പ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്ന ഇന്ന് വരെ പ്രവർത്തിക്കും. പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം. വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി 19 വരെ ഉണ്ടായിരുന്നു. ജനുവരി 19 വെർച്വൽ ക്യൂ വഴി 30,000 പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും കടത്തിവിടും.